ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നാവിൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞു പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യില്ലെങ്കിൽ ബട്ടറിൽ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്വീറ്റിന് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാനിതിൽ 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു നെയ്യിലിട്ടിട്ട് ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 1 മിനിറ്റ് സമയം വരെയൊക്കെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു അളവിലാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഇത്രയും നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും ഗോതമ്പ് പൊടിയിൽ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നതിന് ഇത്രയും നെയ്യ് കറക്റ്റാണ്. നെയ്യുമായിട്ട് ഈ ഒരു ഗോതമ്പ് പൊടി കട്ടകട്ടയായിട്ട് ഇരിപ്പുണ്ട്. അത് നമ്മൾ ഇതുപോലെ സ്പാച്ച് കൊണ്ട് ഉടച്ചുടച്ച് കൊടുക്കുക. ഗോതമ്പ് പൊടി ചൂടായി വരും തോറും അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കരുത്. അപ്പോൾ ഇത് നല്ലപോലെ കരിഞ്ഞു പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു നല്ല മണത്തിന് വേണ്ടി 4 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങയും കൂടെ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം. ഒരു 30 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. ഇപ്പം ഞാനിതാ ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ 1 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സ്വീറ്റിന് ഞാൻ എടുത്തിട്ടുള്ള 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ അതിൽ കൂട്ടിയും കുറച്ചുമാണ് ഗോതമ്പ് പൊടി എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ആ ഒരു കണക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 200 ഗ്രാം ശർക്കര 250 ml കപ്പിൻ്റെ അളവിൽ വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഈ ഒരു പാനിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 സ്പൂണോളം വരുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം പിന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് കൈകൊണ്ടൊക്കെ പിടിച്ച് ഒരു ഷേപ്പ് ആക്കാൻ പറ്റുന്ന ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടോടെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 30 മിനിറ്റ് നേരം ഇത് ഫ്രിഡ്ജിലല്ല പുറത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് കഴിക്കുന്ന ആ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെയല്ല നമുക്ക് കയ്യിൽ ബോൾസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയും എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്വീറ്റാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗോതമ്പും തേങ്ങയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.